ഹായ് ഹലോ, ഇതൊരു അരോമയുടെ ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. അരോമയുടെ ഫേഷ്യൽ കിറ്റ് ഏറ്റവും നല്ലതാണ് സ്കിന്നിന്. അത് സ്കിന്ന് നോക്കണം കേട്ടോ. ഡ്രൈ സ്കിന്നാണോ അല്ലെങ്കിൽ ഓയിൽ സ്കിന്നാണോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണോ, ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. ഏതൊരു ക്രീം നമ്മൾ ഫേസിന് യൂസ് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മുടെ സ്കിന്നിന് ചേരുമോ എന്നുള്ള കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓരോരോ കുട്ടികൾ വന്നിട്ട് ഇപ്പം നമ്മൾ മാരേജ് ഫങ്ഷൻ ആയാലും എല്ലാ കുട്ടികളും വന്നിട്ട് ആദ്യം പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഗോൾഡൻ ഫേഷ്യൽ വേണമെന്ന്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ടൊരു 2-3 കാര്യം പറയണം കേട്ടോ. ഞാനൊരു 2-3 ബ്രൈഡൽ ചെയ്തതിന് അവർ വന്ന് പറഞ്ഞു ഗോൾഡൻ ഫേഷ്യലാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഗോൾഡൻ ഫേഷ്യൽ അവർ കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് ഗോൾഡൻ ഫേഷ്യൽ വേണമെന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുത്താലേ മതിയാവുള്ളൂ. പക്ഷെ നമ്മളത് പറയണം. അവർക്ക് ഏതൊരു സ്കിന്നിനായാലും ഗോൾഡൻ ഫേഷ്യൽ എല്ലാ സ്കിന്നിനും ഗോൾഡൻ ഫേഷ്യൽ നല്ലതല്ല. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 2-3 ബ്രൈഡ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആ സ്കിന്നിന് ഡയമണ്ടാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഡയമണ്ട് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു വേണ്ട, എനിക്ക് ഗോൾഡൻ തന്നെ വേണമെന്ന് പറഞ്ഞു. ഗോൾഡൻ ചെയ്ത് കൊടുത്തു. പിറ്റേ ദിവസമാണ് ആ കുട്ടീൻ്റെ കല്യാണം. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങി സ്കിന്നിന്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ബ്രൈഡിനോട്, അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു വേണ്ട, ഡയമണ്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പേള് ചെയ്താൽ മതിയെന്ന്. വില കൂടുതൽ കാണുന്നതുകൊണ്ട് ചിലവർ വിചാരിക്കും അതാണ് ഏറ്റവും നല്ലതെന്ന്. ഒരിക്കലും അല്ല. നമ്മുടെ സ്കിന്നാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് അതിന് നമുക്ക് സ്വന്തം അറിയില്ലെങ്കിലും സ്കിന്നിനെ കുറിച്ചിട്ട് ഇപ്പം കുറച്ച് സെർച്ച് ചെയ്തിട്ടോ, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ആണെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടൊക്കെ അന്വേഷിച്ചിട്ടും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏത് പറ്റും എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ട് മാത്രമേ സ്കിന്നിന് എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. കാരണം സ്കിന്നിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, മുഖമാണ്, സ്കിന്നിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ആരെങ്കിലും അറിയുന്നവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്യൂട്ടി പാർലർ ആരെങ്കിലും അടുത്തുള്ള പരിചയമുള്ളവരോട് അന്വേഷിച്ചിട്ടോ അങ്ങനെയൊക്കെ മാത്രമേ സ്കിന്നിന് എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരോ ആരെങ്കിലും ഫ്രണ്ട്സായിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് ഏതാ യോജിക്കുക എന്ന് അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഫേസിന് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം എന്തെങ്കിലും വാരി തേച്ചിട്ട് ഇല്ലെങ്കിൽ ഒരുപാട് പൈസ ഉള്ളത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത് തെറ്റായ ഒരു ധാരണയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പം എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ടല്ലേ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അത് നാച്ചുറൽ ആയിരിക്കുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അധികം ആൾക്കാരും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്നവർ അവിടെ ചെന്നിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് എനിക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് കാശുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും അവിടെ നിന്ന് ഉള്ളവർ പറയുന്ന കേട്ടാലും അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഏതാണ് നല്ലത്, ഏതാണ് യോജിക്കുന്നത് എന്നറിഞ്ഞിട്ട് മാത്രം ചെയ്യുക. അതല്ലാതെ നമ്മൾ ഈ പിന്നെ ഫാൻസിയിലൊക്കെ പോയിട്ട് കണ്ടമാനം ക്രീമുകളൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് ദയവായി നിർത്തുക. നമ്മുടെ സ്കിന്നിന് ഏതാണ് യോജിക്കുന്നത് എന്നറിഞ്ഞിട്ട് മാത്രം സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ഒരു ചുളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാഡ് വ്യത്യാസമോ വന്നു കഴിഞ്ഞാൽ അത് നികത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയുണ്ട്, ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതിലും നല്ലത് നമ്മുടെ സ്കിന്നിന് ഏതാണ് യോജിക്കുന്നത്, ഏതാണ് പറ്റുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.